പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സിംഗിൾ ക്രോഷേ കൊണ്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹെയർ ബാൻഡിനായിട്ട് ഞാൻ 5 mm സൈസുള്ള ഒരു ഹുക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. 5 mm സൈസുള്ള ഹുക്കിന് പകരം നിങ്ങളുടെ കയ്യിൽ ഏത് സൈസുള്ള ഹുക്കാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ 2 കളറിലെ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു യെല്ലോ കളറിലെ ത്രെഡും അതേപോലെ തന്നെ ഒരു ഗ്രേ കളറിലെ ത്രെഡും പിന്നെ ഒരു നീഡിൽ എടുത്തിട്ടുണ്ട്. 2 എൻഡ് തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീഡിൽ എടുത്തേക്കുന്നത്. പിന്നെ ഒരു സിസേഴ്സ് ഉണ്ട്. നമുക്ക് 2 കളറിലെ ത്രെഡിന് പകരം നിങ്ങൾക്ക് ഒരു കളർ മാത്രം മതിയെങ്കിൽ ഒരു കളറിലെ ത്രെഡ് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഒറ്റ ത്രെഡ് വെച്ചായാലും നിങ്ങൾക്ക് ബാൻഡ് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിത് ഒരു കളർ കോമ്പിനേഷൻ വരാൻ വേണ്ടി മാത്രമാണ് 2 കളർ ത്രെഡ് എടുത്തിരിക്കുന്നത്. നമുക്കതിനായിട്ട് ആദ്യമേ ഒരു സിംഗിൾ ക്രോഷേ ആണ് ഉണ്ടാക്കേണ്ടത്. സിംഗിൾ ക്രോഷേ ചെയിൻ 65 ചെയിൻസ് വരുന്ന ഒരു ബാൻഡാണിത്. നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണമെന്നനുസരിച്ച് ചെയിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിംഗിൾ ക്രോഷേ ചെയിൻ ഉണ്ടാക്കേണ്ടതാണ്. ആ ചെയിൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾക്ക് ഉണ്ടാക്കേണ്ടത് നോട്ടാണ്. സിംഗിൾ ക്രോഷേ ചെയിനിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു നോട്ട് ഉണ്ടാക്കാം. നോട്ട് ഉണ്ടാക്കാനായിട്ട് ത്രെഡിൻ്റെ എൻഡ് ഭാഗം കയ്യിലുള്ളിൽ കൂടെ എടുത്തതിന് ശേഷം എഗ് ഷേപ്പിൽ ചുറ്റുക. അതിനുശേഷം ത്രെഡിൻ്റെ ബാക്ക് സൈഡിലത്തെ എൻഡ് ഈ ലൂപ്പിനുള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക. ഇതാണ് നമ്മുടെ നോട്ട്. നമുക്ക് നമ്മുടെ ഹുക്ക് ഈ നോട്ടിനുള്ളിൽ കൂടെ കടത്താം. അതിനുശേഷം ത്രെഡ് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നോട്ടായിട്ടുണ്ട്. ഈ നോട്ട് ഒരുപാട് ടൈറ്റ് ആവാനോ ലൂസ് ആവാനോ പാടുള്ളതല്ല. നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന രീതിയിൽ വേണം ആ നോട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഇതിൽ ചെയിൻ ഉണ്ടാക്കാം. 65 ചെയിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ബാൻഡിന് ലെങ്ത് കൂടുതൽ വേണമെങ്കിൽ ചെയിൻ്റെ എണ്ണം കൂട്ടാം. അതേപോലെ തന്നെ ചെറിയ ബാൻഡാണ് വേണ്ടതെങ്കിൽ ലെങ്ത് കുറച്ചുള്ള ചെയിൻ കുറച്ചിട്ടുള്ള സിംഗിൾ ക്രോഷേസ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ചെയിൻ ഉണ്ടാക്കി തുടങ്ങാം. ചെയിൻ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഹുക്ക് ഉയർത്തിയ ശേഷം ത്രെഡിനെ ഹോൾഡ് ചെയ്ത് ഈ ഫസ്റ്റ് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യാം. ഹുക്ക് ഉയർത്തിയിട്ട് ത്രെഡ് 2നെ ഹോൾഡ് ചെയ്യാം. അതിനെ ഹുക്ക് ചെയ്ത് നമ്മുടെ ചെയിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പം നമ്മുടെ 2 ചെയിനായിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ഈ ചെയിൻ, ഫസ്റ്റിലത്തെ ഈ നോട്ടിലുള്ള ഈ ചെയിൻ നമ്മൾ കൗണ്ട് ചെയ്യാറില്ല. ഇവിടം തൊട്ടാണ് നമ്മുടെ ചെയിൻ കൗണ്ട് ചെയ്ത് തുടങ്ങുന്നത്. ചെയിൻ്റെ ഫ്രണ്ട് സൈഡും അതേപോലെ തന്നെ ചെയിൻ്റെ ബാക്ക് സൈഡുമാണ്. ഓക്കെ, നമുക്കിതേപോലെയുള്ള 65 ചെയിനുകൾ ഉണ്ടാക്കാം. ചെയിൻ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് വലിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ 65 ചെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 കളറിലെ ത്രെഡ് യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു കളർ കോമ്പിനേഷനിൽ നമ്മുടെ ചെയിൻ കാണാൻ പറ്റും. ചെയിൻ്റെ ബാക്ക് സൈഡാണ്. അതുപോലെ ചെയിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ചെയിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് 2 ത്രെഡാണ് കാണാൻ പറ്റുന്നത്. ഒരു വി ഷേപ്പിലുള്ള 2 ത്രെഡ്. അതുപോലെ ബാക്ക് സൈഡിൽ നമുക്ക് 3 ത്രെഡ് കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ 65 സ്റ്റിച്ച് ആയിട്ടുണ്ട്. അതിനായിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ ഹുക്ക് കടത്തിയിരിക്കുന്ന ഫസ്റ്റിലത്തെ ചെയിൻ കഴിഞ്ഞിട്ട് അടുത്തുള്ള ഒരു ചെയിൻ, ആ ഒരു ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടതാണ്. ഈ ചെയിൻ സ്കിപ്പ് ചെയ്ത് 2ാമത്തെ ചെയിൻ തൊട്ടാണ് നമ്മൾ സിംഗിൾ ക്രോഷേ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, സിംഗിൾ ക്രോഷേ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഹുക്ക് ഈ ചെയിൻ്റെ ഈ വി ഷേപ്പിലുള്ള ഈ ഒരു ചെയിൻ്റെ ഫസ്റ്റിലത്തെ ത്രെഡ്
ഫസ്റ്റിലത്തെ നമ്മുടെ 2 ത്രെഡ്, ഒരു ത്രെഡ് നമ്മളിത് 2 ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ 2 ത്രെഡിനും ഉള്ളിൽ കൂടെ വേണം കടത്താൻ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ത്രെഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ത്രെഡേ കാണുള്ളൂ അവിടെ. ഓക്കെ, അപ്പോൾ ആ ത്രെഡിനുള്ളിൽ കൂടെ കടത്തുക. അപ്പം നമുക്ക് നമ്മുടെ ഹുക്കിൽ 2 ത്രെഡ് കാണാം. നമ്മൾ ഇതിനെ ഒരു ത്രെഡായിട്ട് കണക്കാക്കിയാൽ മതി. 2 ത്രെഡ് കാണാം, 2 ലൂപ്പ് നമ്മുടെ ഇതിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഹുക്ക് വീണ്ടും ത്രെഡിനെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം ഈ 2 ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി പുറത്തേക്ക് കൊണ്ടുവരിക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ. അതേപോലെ നമുക്ക് ബാക്കിയുള്ള ഈ ഓരോ ചെയിനിലും സിംഗിൾ ക്രോഷ്യേസ് ഉണ്ടാക്കാം. നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ. അതേപോലെ ബാക്കിയുള്ള 64 ചെയിനാണ് വരുന്നത്. 64 ചെയിനിലും നമുക്ക് സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കാം. രണ്ട് ത്രെഡ് ഉള്ളത് കൊണ്ട് നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ ഹുക്ക് കയറ്റുമ്പോൾ 2 ത്രെഡും നമ്മുടെ ഹുക്കിൻ്റെ മുകളിൽ വരുന്നതുകൊണ്ടെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ ത്രെഡിൻ്റെ ഫ്രണ്ട് സൈഡ്. നമ്മുടെ ഫുൾ ചെയിനിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതായിരുന്നു ചെയിൻ്റെ സ്റ്റാർട്ടിങ്. ഇവിടെയാണ് ഇതായിരുന്നു ചെയിൻ്റെ സ്റ്റാർട്ടിങ്. ഇവിടെയായിരുന്നു നമ്മൾ നോട്ട് ഉണ്ടാക്കിയത്. നേരത്തെ പറയുന്നതുപോലെ ഈ നോട്ടിൻ്റെ അടുത്തുള്ള ചെയിൻ നമ്മൾ കൗണ്ട് ചെയ്യാറില്ല. അടുത്തത് തൊട്ടാണ് നമ്മുടെ ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ നോട്ടിലുള്ള ത്രെഡിൽ സിംഗിൾ ക്രോഷ്യ നമ്മൾ ഉണ്ടാക്കാറില്ല. നമ്മുടെ ചെയിനിൽ ഈ ഒരു എൻഡിൽ വന്ന് സിംഗിൾ ക്രോഷ്യ വെക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ചെയിനിൽ ഫുള്ളും സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ലെയറിലുള്ള സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഈ എൻഡിൽ നമ്മളൊരു ചെയിൻ ഉണ്ടാക്കും. അതിനായിട്ട് നമ്മുടെ ഹുക്ക് യാൺ ഓവർ ചെയ്ത് ത്രെഡിനെ ഉള്ളിൽ കൂടെ വലിച്ച് പുറത്തു കൊണ്ടുവരിക. നമുക്കൊരു ചെയിൻ ഉണ്ടായിട്ടുണ്ട്. ഈ ചെയിൻ ഉണ്ടാക്കിയതിന് ശേഷം ഫുൾ ത്രെഡ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുക. ഇപ്പം നമ്മുടെ ചെയിൻ്റെ ബാക്ക് സൈഡ്, നമ്മളുണ്ടാക്കിയ ചെയിൻ്റെ ബാക്ക് സൈഡിലൂടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കും. സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെയിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിൽ ഇത് അപ്പ് സൈഡാണ്, മുകൾ ഭാഗം. ഈ മുകൾ ഭാഗത്ത് നമുക്ക് വി ഷേപ്പിലുള്ള ചെയിനുകൾ കാണാം. ഈ വി ഷേപ്പിലുള്ള ചെയിനിൽ മുകളിലത്തെ ചെയിനിലായിരിക്കും നമ്മൾ സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കുന്നത്.
ഈ ഒരു ചെയിൻ. ഓക്കെ, ഈ ഫുൾ ചെയിനിൽ നമ്മൾ ഉണ്ടാക്കില്ല, ഈ ഫുൾ വീൽ നമ്മൾ ഉണ്ടാക്കില്ല, മുകളിലത്തെ ചെയിനിലായിരിക്കും സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കാം. സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കാനായിട്ട് മുകളിലത്തെ ചെയിനിൽ കൂടെ ഹുക്ക് കടത്തുക. അതിനുശേഷം യാൺ ഓവർ ചെയ്ത് ത്രെഡിനെ ഹുക്ക് ചെയ്ത് ഫസ്റ്റ് ലൂപ്പിൽ കൂടെ പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പം നമ്മുടെ ഹുക്കിൽ 2 ചെയിൻ ആയിട്ടുണ്ട്. വീണ്ടും യാൺ ഓവർ ചെയ്ത് ത്രെഡിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കുക. ഈ ഒരു മെത്തേഡ് നമ്മൾ ഈ ചെയിനിൽ ഫുള്ളും കണ്ടിന്യൂ ചെയ്യും. ചെയിൻ്റെ മുകളിലത്തെ ത്രെഡിലായിരിക്കും സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കുന്നത്. വി ഷേപ്പ് നമുക്ക് നല്ലതായി കാണാൻ പറ്റുന്നതാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹുക്ക് ചെയ്യുമ്പോൾ 2 ത്രെഡും നമ്മുടെ ഹുക്കിൽ വരുന്നുണ്ടോ നോക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുമ്പോഴും 2 ത്രെഡിനെ കൂടെ കടത്തിയിട്ട് വേണം ഹുക്കിലൂടെ ത്രെഡിനെ വലിച്ച് പുറത്തോട്ട് കൊണ്ടുവരാൻ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലെയർ ഓഫ് സിംഗിൾ ക്രോഷ്യ. ഇത് കണ്ടിന്യൂ ചെയ്ത് ബാക്കിയുള്ള ഫുൾ ചെയിനിലും നമുക്ക് സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കാം. നിങ്ങൾക്ക് എങ്ങനെ കംഫർട്ടബിൾ ആകുമോ അതേ കണക്ക് നിങ്ങൾക്ക് ത്രെഡ് ഹോൾഡ് ചെയ്തോ ടൈറ്റ് ചെയ്ത് പിടിക്കാവുന്നതാണ്. ഒരുപാട് ടൈറ്റ് ചെയ്ത് പിടിക്കരുത്. ഒരുപാട് ടൈറ്റ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചും ഒരുപാട് ടൈറ്റായി പോവും. മാത്രമല്ല നമ്മൾ യാൺ ഓവർ ചെയ്യുമ്പോൾ ത്രെഡ് നമ്മൾ ഹുക്കിൽ നിന്ന് വിട്ടുപോകാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് ത്രെഡിനെ വലിക്കാൻ പറ്റുന്ന രീതിയിൽ പിടിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ 2 ലെയർ സിംഗിൾ ക്രോഷ്യ തയ്ച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ലെയർ ഈ എൻഡിലെത്തി ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഞാൻ 3 ലെയർ അല്ലെങ്കിൽ 4 ലെയറുള്ള ബാൻഡാണ് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീതിയുള്ള ബാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെയറിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരാം. ഇപ്പം 3ാമത്തെ ലെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. 4ാമത്തെ ലെയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആദ്യമേ ഒരു സിംഗിൾ ചെയിൻ, ഒരു ചെയിൻ ഉണ്ടാക്കുക. ചെയിൻ ഉണ്ടാക്കിയ ശേഷം ടേൺ ചെയ്യുക. നമ്മുടെ ഈ ഫുൾ വർക്ക് നമ്മൾ ടേൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുവരെ ഫ്രണ്ടിൽ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് നമ്മൾ ബാക്കിലാണ് ചെയ്യുന്നത്. അതുപോലെ ബാക്കിൽ ചെയ്തിരിക്കുന്നതാണെങ്കിൽ ഫ്രണ്ട് സൈഡിലോട്ടാവും ടേൺ ചെയ്യും. ഓക്കെ, നമ്മുടെ ഹുക്ക് ടേൺ ചെയ്തിട്ട് വീണ്ടും നമ്മൾ സിംഗിൾ ക്രോഷ്യ ഈ ഫസ്റ്റ് ലെയറിൽ സ്റ്റാർട്ട് ചെയ്യും. മുകൾ ഭാഗത്ത് 2 ചെയിൻ നമ്മൾ സാധാരണ ഒരു ചെയിനായിട്ട് കണക്കാക്കിയാൽ മതി. 2 ത്രെഡ് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് മുകൾ ഭാഗത്ത് 2 ത്രെഡ് കാണുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ ബാൻഡ് ഏകദേശം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ 4 ലെയർ സിംഗിൾ ക്രോഷ്യേഴ്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ത്രെഡ് സെക്യൂർ ചെയ്യാനായിട്ട്, ത്രെഡ് ഊരിപ്പോകാതിരിക്കാനായിട്ട് ഒരു സിംഗിൾ ചെയിൻ കൂടെ ഉണ്ടാക്കിയതിന് ശേഷം ത്രെഡുകൾ കൂടെ വലിക്കാം.
അതിനുശേഷം നമുക്ക് ഈ ഒരു എൻഡ് കട്ട് ചെയ്ത് വിടാം. അതിനുശേഷം ഈ ഒരു ത്രെഡ് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഇനി ഈ ത്രെഡ് ഉരുപ്പുറത്തില്ല. ഞാൻ ഗ്രേ കളറിലെ ത്രെഡാണ് ഈ രണ്ട് എൻഡ് തമ്മിൽ യോജിപ്പിക്കാനായിട്ട് എടുത്തേക്കുന്നത്. യോജിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ രണ്ട് എൻഡിലുള്ള കൂടുതലുള്ള ത്രെഡ് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മൾ ഏത് സൈഡാണോ ഫ്രണ്ട് ആക്കാൻ ഉപയോഗിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക. ഈ രണ്ട് എൻഡും കൂടെ സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് ലെയറിൻ്റെ എൻഡിൽ നിന്ന് തുടങ്ങുക. ഫസ്റ്റ് ലെയറിലെ എൻഡും ഇപ്പുറത്തെ സൈഡിലത്തെ ഫസ്റ്റ് ലെയറിലെ എൻഡും കൂടെ യോജിപ്പിക്കുക. നമ്മുടെ ബാൻഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഭാഗമാണ് ഫ്രണ്ട് സൈഡായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതിൽ ബട്ടൺസോ അല്ലെങ്കിൽ ഫ്ലവേഴ്സോ നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ വെച്ചിട്ട് ബ്യൂട്ടിഫുൾ ആക്കാവുന്നതാണ്. ഞാനിതിൽ എന്തെങ്കിലും ഫ്ലോറൽ ഡിസൈൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഞാൻ ഈ ബാൻഡിൽ ചെയ്തേക്കുന്നത്. എനിക്കതേപോലെ ബട്ടൺസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.